ചങ്കളെന്താ പാടപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഈ ചിരങ്ങത്തത്തി നമ്മളെ തോട്ടത്തിലേ നമ്മളെ നട്ട് നനച്ചുണ്ടാക്കി കേട്ടോ. അതിൻ്റെ ഒരു ചൊറുക്ക് വേറെ തന്നെയാണ്. പിന്നെ മൂപ്പുമായിട്ടില്ല. അപ്പം നമ്മൾ ഈ മൂക്കാത്ത ചിരങ്ങ നമുക്ക് എന്ത് ചെയ്യുക, കുരുവൊടുക്കനെടുക്കാം. ഇതാണ് ഇപ്പം നമ്മളെ ചിരങ്ങ. മാങ്ങ തോലെത്തിയമാരുണ്ട്. തോലെത്തിയതിനെ കാണാൻ എന്താ രസം. എന്തായാലും വേണം നടു പൊളിക്കുക, ഒരു ചെകര ഒഴിവാക്കുക. അല്ലാതെ നോക്കുകയാണ് നിങ്ങൾ. ഇതൊക്കെ ബാങ്കിൽ കണ്ടാണ്ടല്ലോ, നേരെ കൊണ്ടുപോയാണ് പണയം വെക്കും. വേറെ ഒന്നും ചോദിച്ചില്ല. എത്ര തന്നാലും നഷ്ടം വരില്ല. സ്വർണ്ണത്തിന് തുല്യമാണ് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയൊരു മുതൽ. എന്തായാലും ഇതേമാതിരി നൈസാക്കിയിട്ട് കട്ട് ചെയ്യുക. പരമാവധി നൈസാക്കിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമുക്ക് ബന്ധ് കിട്ടും. വലിയ വലിയ പീസാക്കി കഴിഞ്ഞാൽ ബന്ധ് കിട്ടാനും പണിയാണ്. അതുപോലെ തന്നെ ഈ പ്രവാസികളെ പോലുള്ളവർക്ക് ഗ്യാസൊക്കെ ഒരുപാട് ലാഭിക്കാനൊക്കെ പരമാവധി നൈസാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ജിജി, അല്ലെങ്കിൽ കത്തി കജ്ജുമ്പോൾ തട്ടിക്കഴിഞ്ഞാൽ ഈ കോലം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ചിരങ്ങ താളിപ്പും ഉണ്ടാവില്ല. ഞാൻ അതിൻ്റെ ആ കട്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം. ഇത്ര നൈസാണ്. അതെല്ലാം ഒരേ വലുപ്പത്തിലേക്കാരും കട്ട് ചെയ്തിട്ടുണ്ട്. അത് കട്ടിങ്ങറിൻ്റെ ഒരു പവർ തന്നെ കേട്ടോ. പിന്നെ കത്തിടി ഇങ്ങോട്ട് ഇതേമാതിരി നുനിയനെ പരമാവധി എത്ര കനം കുറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്ര കനം കുറച്ച് നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരത്തിൽപ്പെടും. നമ്മളവിടെയൊക്കെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരങ്ങ ഇതേമാതിരി കട്ട് ചെയ്ത് വെക്കും. ഇങ്ങോട്ട് എന്താ ചെയ്യുക, പെൽച്ചക്കിന് നീച്ചുമ്പോൾ നമ്മൾ അപ്പത്തിനാണ് ചാറുണ്ടാക്കല. എന്നാൽ ചൂട് കൊടുക്കുന്ന നല്ലൊരു താളിപ്പിന് കിട്ടും. അത് നാടൻ ചിരങ്ങനുണ്ടല്ലോ, ഒന്നും കൂടി വൃത്തിയാവും. ഇത് നമ്മൾ നട്ടുണ്ടാക്കിയതാകൊണ്ടേ നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ കോലത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്താ പറയുക, കുത്തി ഉടക്കാനോ ഇനിയിപ്പോൾ കുത്തി ഉടക്കണമെങ്കിലോ ഒക്കെ ചെയ്യാം. അങ്ങോട്ട് എന്ത് ചെയ്യാം, നമ്മളെ കട്ട് ചെയ്ത് കൊണ്ടുപാത്രത്തേക്ക് മാറ്റാം. ഇനി വേറൊരു കട്ടിങ് കണ്ടോളൂ. ഇത് സൈഡിൽ നിന്നുള്ള കട്ടിങ് കേട്ടോ. ഇതും തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും തന്നെ നമുക്ക് നല്ല കത്തി നല്ല കജ്ജിൽ ഒതുങ്ങണം, എന്നെങ്കിൽ ഈ പരിപാടിയൊക്കെ നടക്കുള്ളൂ. ആ കത്തിയാണെങ്കിലോ വജ്രമാതിരിയാണ്. തട്ടിയോടം രണ്ട് പൊളിനാവും, അത്രയും മൂർച്ചുണ്ട്. അപ്പോൾ ആ ചിരങ്ങയുടെ അവസ്ഥ തന്നെ ഈ കാലം ആ കത്തി നമ്മളെ കജ്ജുമ്പോൾ തട്ടിയിലും ഇതേമാതിരി എന്ത് ചെയ്യുക, നൈസായിട്ട് കട്ട് ചെയ്യുക. ഇതൊന്ന് കാണിച്ചു തരാം ഇതിൽ എങ്ങനെയാണ് ഞാൻ നൈസാക്കിയിട്ട് മുറിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇതൊന്ന് നോക്കാം നിങ്ങൾ. നല്ല മുളട ഓല മാതിരി ഉണ്ട്. ഇതുണ്ടോ, ഈ കനം എല്ലാം അതും ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുക, നടുന്ന് കട്ട് ചെയ്യുക. അത് ഇതേമാതിരി നുനിനെ നുറുക്കുക. ഇങ്ങനെ നുറുക്കി കഴിഞ്ഞുള്ള ഗുണം ഞാൻ ഇപ്പം മുമ്പ് പറഞ്ഞില്ലേ, അതിനാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത. പിന്നെ ചിരങ്ങ എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോഴും മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന ടൈമിലൊക്കെ തിന്നാൻ പറ്റിയ ഒരു ഐറ്റം അത്രേ. മനസ്സിന് നല്ല ഒരു ആരോഗ്യം കിട്ടുത്തരേ ഈ ചിരങ്ങ തിന്നു കഴിഞ്ഞാൽ. ചിരങ്ങൊക്കെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. എന്തായാലും ഇവിടെ ആ ചിരങ്ങ ഫുള്ളായിട്ട് കട്ട് ചെയ്തു. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിജ്ജിന് കത്തിക്കുക, ചട്ടി അടുപ്പിലിന് വെക്കുക. ഈ കുഞ്ഞ് ചട്ടിയിലെ ചിരങ്ങ ഫുള്ളാണ് കൊള്ളിച്ചണം. അതാണ് പരിപാടി. അപ്പോൾ കുറേശ്ശെ അങ്ങനെ ഇട്ട് കൊടുക്കുക. ബെത്തപ്പാട് കൂടിയ ചിരങ്ങ ഫുള്ള് പുറത്ത് പോകും. അപ്പോൾ എടുത്ത പണിയൊക്കെ വെറുതെ ആവും, പിന്നെ നമുക്ക് വെറുപ്പാവും. പുറത്ത് പോയിച്ചിട്ട് കുഴപ്പമില്ല, അടുപ്പ് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് വെച്ചാൽ അവിടുന്ന് എടുത്തിട്ടും നമുക്ക് ചട്ടിക്ക് ഇടാം, അതിനൊന്നും കുഴപ്പമില്ല. പരമാവധി ഞാൻ നോക്കുന്നുണ്ട് ആ ചിരങ്ങ ഫുള്ള് ഇതിൽ കൊള്ളിച്ചണം. എന്തായാലും 4 പുറം തെറിച്ച് നിൽക്കണമൊക്കെ എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ചട്ടിക്ക് ഇടുക. അതുപോലെ തന്നെ കൊഴിഞ്ഞു പോയതൊക്കെ എടുത്തിട്ട് നമ്മൾ ചട്ടിക്ക് ഇടുക. ഒന്ന് അമർത്തി കൊടുക്കുക, ഒന്ന് മൂടി വെക്കണം. അതിൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഈ സൈഡൊക്കെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. അമർത്തി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ചിരങ്ങി കൂടി ഇട്ട് കൊടുക്കുക. പരമാവധി ഇതിൽ കൊള്ളുമോ നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനും തീരുമാനിച്ചിരിക്കുന്നത്. കൊണ്ടിട്ടില്ലെങ്കിൽ അപ്പം നമുക്ക് എന്താ വെച്ചാൽ വേറെ പണി നോക്കാം, അതിന് വിചാരിച്ചിട്ടാണ്. എന്തായാലും വേണം. ഇപ്പോൾ ചിരങ്ങ ഫുള്ള് ഇതിൽ കൊള്ളിച്ചിക്കണു. ഇനി പതുക്കെ നമ്മൾ ഇതൊന്ന് മൂടി വെക്കണം. അതാണ് ഇനി അടുത്ത ചെയ്യാനുള്ള പരിപാടി. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നല്ലൊരു കുണ്ടുള്ള പാത്രമാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഒരു കുണ്ടൻ പാത്രം എടുക്കുക, നേരെ അതിൻ്റെ മുകളിൽ കൗത്തി വെക്കുക. അതിൻ്റെ മുമ്പായിട്ട് നമ്മളെന്ത് ചെയ്യണം, അതിന് കുറച്ച് കഞ്ഞറളം പാരണം. ഇപ്പോൾ പച്ചവെള്ളം പാർന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇത് ഈ മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് പേടിയാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിജ്ജ് കമ്മിയാക്കി വെച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും കുറച്ച് കഞ്ഞറളം പാർന്നാൽ അടി പിടിച്ചാൽ നല്ല വൃത്തിയിൽ കിട്ടും. ഇല്ലെങ്കിൽ എടുത്ത പണിയൊക്കെ വെറുതെ ആവും. ഇങ്ങോട്ട് ഇതേമാതിരി മൂടി വെക്കുക. ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ചിരങ്ങയൊക്കെ ഒന്ന് പദം വന്നിട്ട് ആ പാത്രത്തിൽ ഫുള്ള് കൊണ്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിച്ചാൽ അത് കോരി ഒഴിവാക്കിക്കാണെന്ന്. കോരി ഒഴിവാക്കിക്കല്ല, ഫുള്ള് പൈലാണ് ഒതുങ്ങി. അതിൻ്റെ ഉള്ളിലുള്ള കാറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടേ. അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിക്കും. ഇതിലിപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നട്ട് നനച്ചുണ്ടാക്കിയത് ഉണ്ടാക്കുമ്പോഴുള്ളൊരു സുഖം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അവനാൻ്റെ തൊടുവിൽ ഉണ്ടാകുക അതൊക്കെ. എന്തായാലും നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഒരു 4-5 പച്ചമുളക് കണ്ട സാമ്പത്തികത്തിനനുസരിച്ച് കൂട്ടും ചെയ്യുക, കുറക്കും ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക, ഒന്ന് മൂടി വെക്കുക. മൂടി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായി, ഒന്ന് ഒതുങ്ങി കിട്ടും. ഇങ്ങോട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ചട്ടി എടുത്തിട്ട് അങ്ങോട്ട് മാറ്റുക. അതിൻ്റെ മുകളിൽ ഇതേമാതിരി ഒരു മുസൈക്കിട്ട് ഫ്രൈ പാൻ വെക്കുക. അതിലേക്ക് ഏകദേശം ഒരു 1.5 സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ല മണം ചിരങ്ങ താളിപ്പിൽ നിങ്ങളെ ഉസാറായിട്ട് കിട്ടുള്ളൂ. കണ്ടമാനം എണ്ണ പാറിച്ചാണ് ചട്ടി ചെരിച്ച് കുടിച്ചിരിക്കുന്നത്. അപ്പം തന്നെ ഇത് ക്യാമറ മെമ്മറി ഫുള്ളായി. അത് കാരണം ഞാൻ ക്യാമറ ഓഫാക്കി. അതിലേക്ക് കുറച്ച് വേപ്പിഞ്ചില ഇട്ടു. ഈ മുളക്കുമുളകും തന്നിട്ടോ നമ്മളെ മരത്തുമുണ്ടായതാണ് ഇവിടെ കാട്ടിൽ. ഇങ്ങോട്ട് എന്ത് ചെയ്യുക, ഉണക്കമുളക് നടു പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൂടുതൽ ചിന്തിച്ചത് നമ്മൾ എന്ത് ചെയ്യണം, നേരെ നമ്മളെ ചിരങ്ങ താളിപ്പിക്ക് പാരണം. പക്ഷേ ഈ മുളക് ഇടുന്ന ടൈമിൽ തിജ്ജ് പരമാവധി കമ്മിയാക്കി വെച്ചുകൊണ്ട് മുളക് കാറി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല. എന്നിട്ട് നേരെ ഇതിക്കൊണ്ട് പാരുക. സൗണ്ട് ഒന്ന് കേട്ടോളി. എന്താ തൂമിച്ചിൻ്റെ സൗണ്ട് കേട്ടതിന് നമുക്ക് മനസ്സിന് വലിയൊരു സുഖം. ഇതിൻ്റെ കൂടെ ഒരു മീൻ പൊരിച്ചൊക്കെ വേണം. പക്ഷേ നോമ്പിനൊന്നും മീൻ പൊരിച്ചത് നടക്കില്ല. അത് തിന്നു കഴിഞ്ഞാൽ അസ്വസ്ഥതയിക്കാരം.
വെറും ഈ താളിപ്പ് മാത്രം മതി, പച്ചമുളകും കമ്മിയൊക്കെ ഉണ്ടല്ലോ, സംഭവം വേറെ ലെവലായി കാലം. അപ്പൊ എല്ലാവരും ഇതേമാതിരി തന്നെ ഉണ്ടാക്കലെന്ന് അറിയാം. എന്നാലും ഞാൻ എന്റെ കുടിയിൽ ഉണ്ടാക്കുന്ന രീതി ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത് മാത്രം, അത്രേ ഉള്ളൂ. ചിരങ്ങ താളിപ്പ് വലിയ സംഭവം എന്നല്ല. പക്ഷെ ഈ താളിപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചകരം ഫലം നഷ്ടപ്പെടാതെ അതിലുള്ള എല്ലാ പ്രോട്ടീനും അതുപോലെ തന്നെ അതിലുള്ള വിറ്റാമിനൊക്കെ അതിൽ തന്നെ ഒതുക്കി ആവാഹിച്ചെടുത്തുണ്ടാക്കിയ ഒരു കറിയാണ് ഈ കറി. അതാണ് ഈ കറിയുടെ പ്രത്യേകത. അപ്പം അത്യാവശ്യം വേവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഒരു ചകരം തിരിച്ചു കൂട്ടിയാൽ തിളച്ച് പുള്ളു പുറത്തു പോകും. അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിക്കുന്നത്. എന്നിട്ട് ഇതേമാതിരി നമ്മൾ എന്ത് ചെയ്യുക, ഒരു കുണ്ടൻ പാത്രം എടുക്കുക, അതിലേക്ക് വിളമ്പുക. അപ്പം എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. അഭിപ്രായങ്ങളും അറിവുകളും പങ്കുവെക്കാൻ മറക്കരുത്. ഒരറിവും ചെറുതല്ല, എല്ലാം തേഞ്ഞോലെ ആരുമില്ല. ആ ചെറിയ തിജിൽ വെച്ച് വേവിച്ചോണ്ട് എത്ര ചുറുക്ക് അവൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ആ കഞ്ഞറളം പറഞ്ഞോണ്ടും. അപ്പം എന്നാൽ ശരി, എല്ലാവരോടും കാണുമ്പോൾ കാണാം. ബൈ.